ഹായ് ഓൾ, നമുക്ക് പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? ഞാൻ ശരിക്കും രാത്രി ചോറ് കഴിക്കാതിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് അച്ചാർ വേണമെന്ന് തോന്നിയത്. ഞാനൊരു അച്ചാറും പപ്പടം കൊതിച്ചേക്കാണ്. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ എണ്ണ ഒഴിച്ച് അത് ചൂടാകാൻ വേണ്ടി രണ്ട് താളമൊക്കെ തുള്ളി ഇങ്ങനെ നിന്ന് കാത്തൊക്കെ നിന്ന് എണ്ണ ചൂടായി കഴിഞ്ഞപ്പം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച മാങ്ങ ആ എണ്ണയിലോട്ടേക്ക് ഇട്ടു. അന്നേരം ഒരു പുകയൊക്കെ വരും, കണ്ട് പേടിക്കരുത്. ഞാൻ ശരിക്കും കണ്ട് പേടിച്ചായിരുന്നു, അയ്യോ എന്താ ഒരു പുകയെന്നൊക്കെ. അത് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതൊന്ന് കോരിയെടുത്തു. കുറച്ച് വെറും സെക്കൻഡുകൾ മാത്രം ആ ചീനച്ചട്ടിയിൽ ഇട്ടിരുന്നാൽ മതി. അങ്ങനെ പിന്നെ അത് കോരിയെടുത്തു. അങ്ങനെ അത് കൊരി മാറ്റുകയാണ്. ഞാൻ ശരിക്കും ഒരു മാങ്ങയ്ക്ക്, അതായത് എൻ്റെ ആവശ്യത്തിന് മാത്രം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഇത് ഉണ്ടാക്കിയത്. 2 മാങ്ങയ്ക്കും 3 മാങ്ങയ്ക്കും ഒക്കെ ഉണ്ടാക്കാം. നമ്മളൊരു അച്ചാർ വെച്ചിരിക്കുന്ന അത്രയും നാളൊക്കെ തന്നെ നിൽക്കും. പിന്നെ പെട്ടെന്ന് അപ്പം കഴിക്കാനാണെങ്കിൽ നല്ല ചൂടോടെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ടോ. നിങ്ങൾ ശരിക്കും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ എണ്ണയിൽ, നല്ല ചൂടെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത മാങ്ങ കോരി അപ്പുറത്തോട്ട് വെക്കണം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് ആവശ്യത്തിന് വറ്റൽമുളകും കറിവേപ്പിലയും അതും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ്, അതും കുറച്ച് സെക്കൻഡ്സ് മാത്രം. അന്നേരം ചെറിയൊരു സൗണ്ടൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ പേടിച്ചൊന്ന് പിന്നോട്ട് പോയത്. ആരും തന്നെ പേടിക്കരുത്, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ അതും ഒന്ന് ജസ്റ്റ് തിണത്തിനാ അങ്ങോട്ടൊന്ന് ആക്കണം. അങ്ങോട്ടൊന്ന് ആക്കിയിട്ട് പിന്നെ അതിനെയും കോരി നമ്മളെടുത്ത് അപ്പുറത്തെ പാത്രത്തിലോട്ട് വെക്കണം. ഓക്കെ, അതും പിന്നെ കോരി വെക്കണം. പിന്നെ ഈ കോരി വെച്ചതിനെ നമ്മളൊരു മിക്സിയിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് പൊടിയായിട്ട് എടുക്കണം. കണ്ടോ, വറ്റൽമുളകും കറിവേപ്പിലയും. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് ഞാൻ വെച്ച് തുറക്കുമ്പോൾ ഭയങ്കര ഒരു എരിയുന്ന ഗ്യാസ് വരുമായിരിക്കും. അതാ, പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അത് നമ്മൾ ആ ചീനച്ചട്ടിയിൽ എണ്ണയുണ്ടല്ലോ, അത് കുറച്ചെടുത്ത് മാറ്റണം. അപ്പോൾ അതിൻ്റെ മൂട്ടിൽ ചെറുതായിട്ടൊരു എണ്ണമയം കാണും. ആ എണ്ണമയം എന്തായാലും വേണം. ആ എണ്ണമയത്തിലോട്ട് വേണം നമ്മൾ ഈ പൊടിച്ച വറ്റൽമുളകും ആ കറിവേപ്പിലും പൊടിച്ചതില്ലേ, അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്ത് പിന്നെ ബാക്കി കുറച്ച് മസാലപ്പൊടികളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇതെല്ലാം അറിയാമല്ലോ, പാചകം ചെയ്യുന്ന ഒരാൾക്ക് ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആയിരിക്കും എന്നറിയായിരിക്കും. ക്യാമറ ശരിക്കും എൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെന്ന് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അത് ഇത്ര ഡിസ്റ്റൻസിൽ ഞാൻ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, പിന്നെ കടുക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, ഇത്രയും പൊടിപ്പിട്ടികളെ ഇട്ടാൽ മതി. പിന്നെ ഉപ്പ് പൊടി, അതാണല്ലോ വേണ്ടപ്പെട്ടത്. അങ്ങനെ ആ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് പിന്നെ നമ്മൾ അപ്പുറത്തോട്ട് നേരത്തെ കോരി വെച്ച ആ മാങ്ങയുണ്ടല്ലോ, ആ മാങ്ങയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ മസാലയിലോട്ട് ഈ മാങ്ങ ചെന്നങ്ങോട്ട് വീഴണം. നമ്മുടെ കഥാനായകനായ മാങ്ങ ചെന്നങ്ങോട്ട് വീഴണം. ഓരോ മിക്സിങ് ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ മിക്സ് ചെയ്യുക. അപ്പോഴാണെടാ നിങ്ങളിത് കാണുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നത് നിങ്ങളെ കാണിക്കാനായിട്ട്. കണ്ടോ അപ്പോൾ തന്നെ അതിൻ്റെ മാങ്ങയുടെ ലുക്കൊക്കെ അങ്ങ് മാറും. മാങ്ങ പിന്നെ കാണാനൊക്കെ അങ്ങ് അടിപൊളിയായിരിക്കും. കാണാൻ തന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ പിന്നെ ടേസ്റ്റ് പിന്നെ പറയണം. അങ്ങനെ പിന്നെ അതിനെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രം എടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കായപ്പൊടി ലാസ്റ്റ് ആട്ടോ ഇടുന്നത്, ഞാൻ മറന്നുപോയി ആദ്യം ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇട്ടാലും മതി. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി മിക്സൊക്കെ ചെയ്യാം. കൂട്ടിപ്പിടിച്ച് ചീനച്ചട്ടിയാണോ എന്നൊന്നും കരുതരുത്. ഇവിടെ സാധാരണ ഉപയോഗിക്കുന്നൊരു ചീനച്ചട്ടിയാണത്. നല്ല ചീനച്ചട്ടി കേട്ടോ, അതുകൊണ്ട് അത് എടുത്തത്. അങ്ങനെ പിന്നെ അതിനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയെടുത്ത് വെച്ച് എൻ്റെ പൊന്നെ, ഞാൻ വിചാരിച്ച പോലെ എല്ലാം അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ആ മാങ്ങയ്ക്ക് യഥാർത്ഥത്തിൽ നല്ല പുളി ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഉണ്ടാക്കിയെടുത്തപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു. ശരിക്കും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ശരി, ബൈ.